വിശക്കുന്നുണ്ടോടാ? ഇപ്പൊ പാല് തരാവേ. അമ്മ ഇപ്പൊ പാലെടുക്കാവേ. ആ, മഞ്ചാടി മോള് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാവും ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറയുന്നത്. അതിനാരാ ഭാനുമേ അവൾക്കിപ്പൊ കല്യാണം ആലോചിക്കുന്നേ? അവൾക്ക് അത് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ വേറെന്തോ ഉണ്ട്. അതെന്തായാലും അത്ര നല്ല ചിന്തയൊന്നും അല്ല. ആ ഭാനുമേ. ആ, എന്താ മോളെ? ഭാനുമേ ഈ വീട് ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നേ. വിഷു ദിവസം ഇവിടുത്തെ പൂജാമുറിയില് ഭാനുമയ്ക്ക് ചെറിയൊരു കണി ഒരുക്കിക്കൂടെ? അതെന്റെ മനസ്സിലുണ്ട് മോളെ. ഈ വീടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ഭാനുമ്മ അത് ചെയ്തിരിക്കും. ഈ വീട് വാടകയ്ക്ക് എടുത്തപ്പോ ഞാനും ഇന്ദ്രേട്ടനും മോനും കൂടി ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോ ഇതായിരിക്കും ഇനി ഞങ്ങളുടെ ലോകമെന്ന് ഞാൻ വിചാരിച്ചു. അമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ ഇന്ദ്രേട്ടൻ എന്നെ ധൈര്യത്തോടെ കൂട്ടിക്കൊണ്ട് വന്നതല്ലേ ഈ വീട്ടിലേക്ക്. അന്ന് ഞാൻ ഈ വീട് എനിക്ക് സ്വന്തമാവുന്നല്ല പ്രതീക്ഷിച്ചത്. ഇന്ദ്രേട്ടനെ എന്നേക്കുമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് കിട്ടുമെന്ന. പക്ഷേ ഞാൻ വിഷു ദിവസം ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കാത്തതോ അതാ ഭാനുമേ. ഇവിടെ നിന്നാ ഞാൻ പലതും ഓർത്തു പോകും. വെറുതെ എന്തിനാ ഒരു നല്ല ദിവസം കണ്ണീരിലാഴ്ത്തുന്നത്? ആ, മോളകത്തേക്കല്ലേ, ഞാൻ കുഞ്ഞിനുള്ള പാല് കാച്ചിക്കൊണ്ടുവരാം. ഇന്ദ്രേട്ടൻ പത്രം വായിക്കണോ അതോ വേറെ ഏതെങ്കിലും ലോകത്തിരിക്കുവാണോ? ഏയ്, ഞാൻ വിഷുവിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പോയി. ഇന്ന് ഉച്ചവരെ ഷോപ്പുള്ളൂ. അല്ല, നിങ്ങളുടെ വിഷു പ്രോഗ്രാം എന്തൊക്കെയാ? ഞങ്ങളിന്ന് ഇവിടെ തന്നെ കാണും. നമുക്കിവിടെ പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കാം ഇന്ദ്രേട്ടാ. നാളെ ഞാനും പ്രതിഭയും അവളുടെ വീട്ടിലേക്കൊന്ന് പോകും. ശ്യാം അച്ഛനെ കാണാൻ പോകുന്നില്ലേ? ആ, ഞങ്ങളും നാളെ പോവാന്ന് ഇന്ദ്രേട്ടാ വിചാരിച്ചിരിക്കുന്നേ. നാളെയിലെ വിഷു, പിന്നെ കണി ഇവിടെ നിന്ന് കാണാം. അത് കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പോയി സദ്യയോടെ വരുത്തി അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കാന്ന് വിചാരിക്കാം. അത് നല്ലതാ. അച്ഛനത് വലിയ സന്തോഷമായിരിക്കും. ഇന്ദ്രേട്ടനെ തവണ പഞ്ചരത്നം മിസ് ചെയ്യുമല്ലേ? കുറെ കാലമായി ഓണവും വിഷുവും ഒക്കെ അവിടെയല്ലേ ആഘോഷിക്കാറ്? ഏയ്, അതില് കാര്യമൊന്നുമില്ല. അനുപമയെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ ആയിരുന്നില്ലേ എല്ലാം ആഘോഷിച്ചത്. പിന്നെ വിച്ചുമോനെ മിസ് ചെയ്യും. അവനിത്തവണ ഒന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലോ എന്നുള്ള വിഷമമുണ്ട്. അതിന് വിഷമിച്ചിരിക്കേണ്ട കാര്യം എന്താ? മോന് വേണ്ടതൊക്കെ ഏട്ടൻ ഇന്ന് തന്നെ വാങ്ങിക്കൊടുത്താ പോരെ? അതെ ഇന്ദ്രേട്ടാ, ഏട്ടനും ഏട്ടത്തിയും തമ്മിലുള്ള പ്രശ്നത്തില് വിച്ചുമോൻ എന്തു പിഴച്ചു? അവൻ പഞ്ചരത്നത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഏട്ടൻ അവനെ പോയി കാണണം. അതൊന്നും ഏട്ടത്തി എന്തായാലും വിലക്കില്ല. ആന്റി ഇവിടെ ഇല്ലേ സോനെ? അല്ല, നീ ഇത്ര ധൈര്യത്തോടെ പറയുന്നിട്ട് ചോദിച്ചതാ. അമ്മ അമ്പലത്തിൽ പോയിരിക്കുക. വിഷുവിന് നമ്മളൊക്കെ ഇവിടുന്ന് പോയാ ഇവിടെ അമ്മ ഇന്ദ്രേട്ടന് മാത്രമായി പോയില്ലേ സത്യേട്ടാ? നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് എന്റെ വീട്ടിലേക്ക് പോയാലോ? ഏയ്, അതൊന്നും വേണ്ട. ഇന്ന് രാത്രി എല്ലാവരും ഇവിടെ ആഘോഷിക്കുന്നുണ്ടല്ലോ, അത് മതി. നാളെ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് നിങ്ങൾ പൊക്കോ. എനിക്കും അമ്മയ്ക്കും സദ്യ പുറത്തുനിന്ന് വരുത്തിയിട്ടായാലും ഇവിടെ വിഷു ആഘോഷിക്കാമല്ലോ, അത് മതി.
വീട്ടില് വിഷുവിന്റെ ആഘോഷങ്ങളൊക്കെ ഇല്ലേ ആന്റി? എന്ത് ആഘോഷോ ഹർഷേ? സത്യന്റെയും പ്രതിഭയുടെയും കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ വിഷു അല്ലേ? അവര് നാളെ രാവിലെ അവളുടെ വീട്ടിലേക്ക് പോകും. സോനയും ശ്യാമും കൂടി അവന്റെ അച്ഛൻ താമസിക്കുന്നിടത്തേക്ക് പോകുന്നാ പറയുന്നത്. ആ എല്ലാവരും കൂടി ഇന്ന് രാത്രി പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുമായിരിക്കും. അല്ലേലും വിഷുവിന്റെ ആഘോഷം തലേദിവസം തന്നെയാ. വിഷു ദിവസം രാവിലെ കണി കാണലും കൂടി കഴിഞ്ഞ വിഷു തീർന്നു. അപ്പോ ആന്റി വിഷുവിന് നിങ്ങൾ സദ്യ ഒന്നും ഉണ്ടാക്കാറില്ലേ? പണ്ടൊക്കെ തറവാട്ടില് 4 കൂട്ടടങ്ങിയ സദ്യയൊക്കെ നാക്കിലേല് വിളമ്പുമായിരുന്നു. ഇപ്പൊ കൊറേ കാലായിട്ട് എന്റെ വീട്ടില് വിഷുവിനും ഓണത്തിനും മദ്യസേവയാ. നേരം വെളുത്ത് വെയില് മൂക്കാൻ തുടങ്ങുമ്പോ എന്റെ കൊച്ചുമോനെയും തിരക്കി അവന്റെ കൂട്ടാളികൾ വരും മുരുകന് കുപ്പി നേർച്ച വെക്കാൻ. പിന്നീട് അവന്മാർക്ക് കള്ളിന്റെ കൂടെ കൂട്ടാൻ ബീഫും ചിക്കനും വെക്കലായി എന്റെ പണി. കാലത്തിന്റെ ഒരു പോക്കേ. ദൈവം സഹായിച്ച് ഈ വർഷത്തെ വിഷു കുഞ്ഞമ്മയ്ക്ക് സന്തോഷത്തിന്റെ വിഷുവാ. ഹർഷയുടെ വീട്ടിൽ ഞങ്ങള് സദ്യയൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കാ സുശീല. ആ മോളെ, കടുംപായസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് മേടിച്ചിട്ട് പോയി വാങ്ങിക്കാം. ശരി. നീ ഇപ്പൊ സന്തോഷിക്കേണ്ട സമയ. നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിന് ഭാഗ്യമുണ്ട് ഹർഷേ. ആന്റിയുടെ വീട്ടില് വിഷുവിന് സദ്യ ഒന്നും വെക്കുന്നില്ലെങ്കിൽ ആന്റി ഇന്ദ്രനും കൂടെ ഞങ്ങളുടെ വീട്ടിലോട്ട് വാ. ഈ വിഷുവേ നമുക്ക് ഞങ്ങളുടെ വീട്ടിൽ ആഘോഷിക്കാം. അതൊക്കെ നടക്കുന്ന കാര്യമാണോ ഹർഷേ? ഇപ്പൊ നീ മാത്രം ഞങ്ങളെ ക്ഷണിച്ചാ മതിയോ? രവിയും കൂടി സമ്മതിക്കണ്ടേ?